Hi friends, welcome back to my YouTube channel. It's me ഫാത്തിമ. അപ്പോൾ നമ്മൾ ഇന്ന് ക്രോഷറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്രോഷറ്റ് ഞാൻ 10 രൂപക്കാണ് മേടിച്ചിട്ടുള്ളത്. ഹൂക്ക് 8 രൂപക്ക്. ഇത് ഞാൻ വേറെ ആയിട്ടാണ് മേടിച്ചത്. പക്ഷേ ഇത് നമ്മൾ ഒപ്പരം മേടിക്കുമ്പോഴും 18 രൂപക്ക് ഒരു ഹൂക്കും ഒരു യാണും കിട്ടുന്നുണ്ട്. ഇത് ബിഗിനേഴ്സിന് നല്ല അഫോർഡബിൾ പ്രൈസാണ്. ഈ ഒരു യാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തിക്നെസ്സും ഉണ്ട്, അത്യാവശ്യം നല്ലതാണ്. എൻ്റെ അടുത്ത് 3 കളേഴ്സാണ് യാണുള്ളത്. ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒരു എന്താ പറയുക നേവി ബ്ലൂ അങ്ങനത്തെ ഒരു കളറും. ഈ ഒരു ഹൂക്ക് 2 ഉണ്ട്. 2 12ഉം 13ഉമാണ് കേട്ടോ. 12ഉം 13ഉമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് രണ്ടും. അപ്പോൾ ഞാനിപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് പഠിച്ചിട്ടുള്ളത്, പിന്നെ ഡബിൾ ചെയിൻ സ്റ്റിച്ചും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് കൊണ്ടൊരു സിമ്പിൾ 2 മിനിറ്റ് ബോയാണ്. അതിന് വേണ്ടി ഞാൻ ഈ ഒരു ലൈറ്റ് പിങ്ക് യാൺ എടുത്തിട്ടുണ്ട്. നമുക്കെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു യാണിൻ്റെ തറ്റ ഭാഗം എടുത്തിട്ട് നമ്മുടെ ചൂണ്ട വിരലിൻ്റെയും നടുവിരലിൻ്റെയും അട വെക്കാം. എന്നിട്ട് നമ്മളൊരു എക്സ് രൂപത്തിൽ മടക്കാം. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ യാണിൻ്റെ അടിയിലൂട്ടിയും രണ്ടാമത്തെ ആയ ഒരു യാണിൻ്റെ മുകളിലൂട്ടിയും മുട്ടിട്ടൊന്ന് വലിക്കാം. ഞാൻ ഒന്നും കൂടി ആ ഒരു പ്രോസസ്സ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചൂണ്ടവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇതിലൂടെ എക്സ് രൂപത്തിൽ മടക്കിയിട്ട് ആദ്യത്തെ യാണിൻ്റെ അടിയിലൂടെയും രണ്ടാമത്തെ യാണിൻ്റെ മുകളിലൂടെയും ഇട്ടിട്ടൊന്ന് വലിക്കുക. അപ്പോൾ നമ്മളിവിടെ സ്ലിപ്പ് നോട്ടാണ് ഇപ്പോൾ ഇട്ടത്. ഈ ഒരു പ്രോസസ്സിനാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുക. സ്ലിപ്പ് നോട്ട് നമ്മൾ പല തരത്തിലും ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു സ്ലിപ്പ് നോട്ടാണ് എടുത്തത്. ഇതിന് സിമ്പിളായിട്ടുള്ളതും ഹാർഡായിട്ടുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് ഉണ്ട്. ആ ഒരു ട്രിക്ക് എനിക്ക് ആദ്യം അറിയില്ല, പിന്നെ നമുക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്കതൊന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചൂണ്ട വിരലിനെ നമ്മൾ ഈ ഒരു യാണിങ്ങനെ ചുരുട്ടിയിട്ട് ഈ ഒരു ആദ്യമുള്ള വിരലിൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഹൂക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചൂണ്ട വിരൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ടൈറ്റ് ആവും. അതിങ്ങനെ താക്കുമ്പോൾ അതിങ്ങനെ ലൂസായി വരും. വലിക്കുമ്പോൾ ടൈറ്റും ഇങ്ങനെ താക്കുമ്പോൾ ലൂസാവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഹൂക്ക് നമ്മൾ യാണിൻ്റെ അടിയിലോട്ട് ഇട്ടിട്ടൊന്ന് എടുക്കാം. അടിയിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അടിയിലേക്ക് ആ ഒരു ഹോൾഡ് അതിലോട്ടാണ് എടുക്കേണ്ടത്. ആ ഹോൾഡ് അതിലോട്ട് നമ്മളൊന്ന് ചൂണ്ടവിരലൊന്ന് താത്തി കൊടുത്താൽ ആ ഹോളൊന്ന് ചെറുങ്ങാതാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. ആദ്യം നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് വെക്കണം. പിന്നെ നമ്മളിങ്ങനെ ലൂസാക്കി അങ്ങനെ പോയാൽ മതി. അടിയിലോട്ട് ഇട്ടിട്ട് സൈഡിലോട്ട് എടുത്തിട്ട് ഒന്ന് താത്തിയിട്ട് ഒന്ന് എടുത്താൽ മതി. എന്നൊരു ആടെ ഒരു ഹോള് വരും. ആ ഹോളിൻ്റെ അടിയിലോട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചെണ്ണ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ഒരു ചെറിയ ബോയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാം. നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കുറേ ആയിട്ട് ചെയ്ത് വന്നാൽ നമുക്കിത് ഈ ഒരു ചെയിൻസിനുള്ള ഭംഗിയിൽ കിട്ടും. അപ്പം ഞാനും ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ പഠിച്ചാക്കിയതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ആയിട്ട് ഞാനൊരു 12 13 അങ്ങനെ എന്തോ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹൂക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞു പോകും. അന്നേരം നമ്മൾ ആ ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഹൂക്കിടാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം അത് കഴിച്ചിട്ട് ആദ്യം ഒന്നിലാക്കണം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു ഹൂക്ക് നമ്മളിങ്ങനെ കഴിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ കഴിച്ചിടുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു യാണ് കട്ട് ചെയ്യണം. കുറച്ച് കട്ട് ചെയ്താൽ മതി. അതിന് ശേഷം ആ കട്ട് ചെയ്ത ആ ഒരു തറ്റ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇടണം. എന്നിട്ടൊന്ന് ടൈറ്റ് ആക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 2 ഭാഗത്ത് നിന്ന് വലിച്ചാൽ ആ അപ്പടെ ചെയിൻ സ്റ്റിച്ച് അങ്ങ് കഴിയും. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടാൽ അതങ്ങ് ടൈറ്റായി എന്നുള്ളൂ. പിന്നെ അത് കഴിയൂല. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സാധാ കെട്ടുന്ന ഓലോട്ട് കെട്ടിട്ട് കൊടുക്കുക ഞാൻ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ സാധാ ഇങ്ങനെ നൂലും ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ അതും ഇതെല്ലാം കെട്ടുമ്പോൾ ഇങ്ങനെ സാധാ ഇങ്ങനെ ബോ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടൂല. 2 ഭാഗം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സാധാ കെട്ടുന്നതിന് ഒരു കെട്ടിട്ട് കൊടുക്കാം.
എന്ന് വെച്ചാൽ 2 ഭാഗം ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാ നൂല് കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറേ ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണണേ എല്ലാവരും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യണേ. ബൈ ബൈ.